അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരതാ ഒരു തെളിവ് കൊണ്ടുവരുന്നു. ഞങ്ങളുടെ കയ്യിൽ അതാ ഹദീസുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഹദീസുണ്ട്, ഞങ്ങളുടെ കയ്യിൽ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് തെളിവ്, ഞങ്ങളുടെ കയ്യിൽ ഹദീസുണ്ട്. അതാണ് നിങ്ങളൊരു വിജനപ്രദേശത്ത് എത്തിപ്പെട്ടാൽ വിളിച്ചോ യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ നിങ്ങൾ സഹായിക്കണേ, ഞങ്ങൾക്ക് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദുശക്തികൾ ഒരു ദുർബലമായ ഹദീസ് കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നപ്പോ തന്നെ നമ്മുടെ പണ്ഡിതന്മാര്, മുൻഗാമികളായ ലോകാടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ, അവർ കൃത്യമായി അതിനെതിരെ ഊരുളക്കുപ്പേരി മറുപടി കൊടുത്തു. എന്താ മറുപടി കൊടുത്തത്? രണ്ട് മറുപടിയാ കൊടുത്തത്. ഒന്നാമത്തെ മറുപടി, നിങ്ങൾ കൊണ്ടുവന്ന കോള് ബലമുള്ളതല്ല, നിങ്ങൾ ഉദ്ധരിച്ച സംഗതി തെളിവിന് കൊള്ളുന്നതല്ല, അത് ദുർബലമായ ഹദീസാണ്, അതുകൊണ്ട് അതിങ്ങോട്ട് പറയണ്ട, അതിങ്ങോട്ട് കൊണ്ടുവരണ്ട. പിന്നെ രണ്ടാമത് അവരൊരു കാര്യം കൂടി പറഞ്ഞു, ഇനി ഹദീസ് സഹീഹാണെന്ന് നിങ്ങൾക്ക് വേണ്ടി സമ്മതിച്ചു തന്നാൽ തന്നെയും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശിർക്ക്, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനക്ക് ഈ ഹദീസ് എന്ന് പറയുന്ന ദുർബല ഹദീസിൽ ഒരു തെളിവുമില്ല. ഇതിൽ പറയുന്നത് ശരിയാണെന്ന് വന്നാൽ തന്നെയും ആ വിജനപ്രദേശത്ത് വെച്ച് വിളിക്കുന്നവന്റെ ശബ്ദം കേൾക്കുന്നിടത്ത് വല്ല മലക്കുണ്ടെങ്കിൽ മലക്ക് കേൾക്കട്ടെ, ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേൾക്കട്ടെ, ദൂരെയുള്ള മലക്കോ എവിടെ നിന്നും കേൾക്കുന്ന മലക്കോ എവിടെ നിന്നും കാണുന്ന മലക്കോ അല്ല, ആ വിളിക്കുന്ന മനുഷ്യന്റെ ശബ്ദപരിധിക്കകത്ത് കേൾക്കുന്ന വല്ല ജിന്നോ മലക്കോ ഉണ്ടെങ്കിൽ അവര് കേൾക്കട്ടെ എന്ന് നനച്ചുകൊണ്ടുള്ള വിളിയാകുമ്പോൾ അതിൽ ശിർക്ക് വരുന്നില്ല, അഭൗതികത വരുന്നില്ല, പ്രാർത്ഥന വരുന്നില്ല എന്നങ്ങ് മറുപടി കൊടുത്തപ്പോൾ ആ കാലഘട്ടത്തിലെ കുബൂരികളെല്ലാം പത്തി മടക്കി താഴ്ത്തിയിരുന്നു. പിന്നെ മിണ്ടിയിട്ടില്ല. കേരളക്കരയിലും ഈ ചർച്ചകൾ വന്നു. കേരളത്തിലുള്ള കുബൂരികളും പണ്ട് അവരുടെ തലതൊട്ടപ്പന്മാര് പയറ്റി പരാജയപ്പെട്ട ഈ ദുർബലമായ ഹദീസ് കൊണ്ടുവന്നൊന്ന് പയറ്റി നോക്കാൻ ശ്രമിച്ചു. അങ്ങനെ പയറ്റി നോക്കാൻ ശ്രമിച്ചപ്പോൾ പയ്യോളിക്കാരൻ ഒരു മുസ്ലിയാരുടെ ഒരു വസ്വാസായിക്കൊണ്ട് മഹാനായ കെ ഉമർ മൗലവിയുടെ മേൽനോട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സൽസബീൽ എന്ന് പറയുന്ന മാസികയിലേക്ക് 1970-കളിൽ ഒരു ചോദ്യം വന്നു. അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് എന്നാണ് ഒരു മുസ്ലിയാർ പറയുന്നത്. മഹാത്മാക്കളെയൊക്കെ വിളിച്ചു തേടാനും മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ തെളിവുണ്ടെന്നാണ് ഒരു മുസ്ലിയാർ പറയുന്നത്. ആ ഹദീസിതാ അയാൾ ഉദ്ധരിക്കുന്ന തെളിവിതാ. ഉമർ മൗലവി പുതിയതൊന്നും പറഞ്ഞില്ല. ഉമർ മൗലവി അതിന് ഉത്തരം ഇടാൻ എന്ത് ചെയ്തു? പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബി കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ഏൽപ്പിച്ചു. ആ വിദ്യാർത്ഥി എഴുതി കൊടുത്ത മറുപടി മൗലവി വായിച്ചു, ശരിവെച്ചു. അതങ്ങനെ തന്നെ സൽസബീലിൽ വന്നു. എന്താ അന്ന് വിദ്യാർത്ഥി എഴുതി കൊടുത്തത്? പണ്ട് പറഞ്ഞത് തന്നെ. പണ്ട് അറബ് ലോകത്തുള്ള കുബൂരികൾ തെളിവായി കൊണ്ടുവന്നപ്പോ അന്നുള്ള സലഫി പണ്ഡിതന്മാർ എങ്ങനെയാണോ മറുപടി കൊടുത്തത് അങ്ങനെ തന്നെ മറുപടി കൊടുത്തു. ഈ ഹദീസ് ദുർബലമാണ്, തെളിവിന് കൊള്ളില്ല. ഇനി വാദത്തിന് വേണ്ടി അത് സഹീഹാണെന്ന് സമ്മതിച്ചാൽ തന്നെയും അതിൽ ശിർക്കിന്റെ പ്രശ്നം വരുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രശ്നത്തിന്, നിങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാസ, നിങ്ങളുടേതായ ശിർക്കൻ പ്രവർത്തനം, ഇതിൽ തെളിവില്ല. ജിന്നോ മലക്കോ അവിടെ കേൾക്കുന്നവരുണ്ടെങ്കിൽ വരട്ടെ എന്നേ അതിലുള്ളൂ. അതുപോലും നമുക്ക് പാടില്ലാത്ത സംഗതിയാണ് എന്ന നിലക്ക് കൃത്യമായി ഉമർ മൗലവിയുടെ മറുപടി വന്നു. ആ സൽസബീലിൽ വന്നു. ഉമർ മൗലവി അതിനെ അംഗീകരിച്ചു. 71 കഴിഞ്ഞുപോയി. 2001 ഈ ഉള്ളവൻ ഷാർജയിൽ വെച്ചൊരു മുഖാമുഖം നടത്തിയപ്പോൾ അവിടെയും ആ സമൂഹത്തിലുള്ള ഈ കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ഖുറാഫികൾ ഈ ഹദീസ് കൊണ്ടുവന്നു. ഇതേ മറുപടി നമുക്ക് പുതിയതൊന്നും പറയാൻ പാടില്ലല്ലോ. നമുക്ക് പുതിയതൊന്നും പറയാൻ നമ്മൾ ആരാ? പണ്ട് പഠിച്ചിട്ടുള്ള നമ്മുടെ മുൻഗാമികളൊക്കെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞതല്ലാതെ പറയാൻ നാം ആര്? നമുക്കതിനെന്ത് യോഗ്യത? പ്രമാണമല്ലേ പറയാൻ നമുക്ക് പറ്റുകയുള്ളൂ, ഉള്ളതല്ലേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. 2001 മുഖാമുഖത്തിൽ അതേ മറുപടി കൊടുത്തു. 2004 വീണ്ടും ഈ പ്രശ്നം, അതേ നമുക്ക് വിഴുങ്ങാം, നിങ്ങളുടെ തൗഹീദ് ഞങ്ങൾ കാണിച്ചു തരാം, ശരിയാക്കി തരാമെന്ന നിലക്ക് ആയിരക്കണക്കിന് മുഖാമുഖം നടത്തി എന്ന് പറയുന്ന മുഖാമുഖ വീരന്മാരായ സഖാഫികൾ
മണ്ണാർക്കാടന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ബഹുമാന്യനായ സക്കരിയ സലാഹിയുടെയും നമ്മുടെ പ്രവർത്തകന്മാരുടെയും മുമ്പിലെത്തി മണ്ണാർക്കാട് സംവാദത്തിന്. വലിയ കോള് എന്ന നിലക്ക്, വമ്പൻ ആയുധം എന്ന നിലക്ക് ഇത് പ്രയോഗിച്ചു നോക്കി. വളരെ ഈസിയായി നമ്മുടെ സലാഹി അവിടെയും മറുപടി കൊടുത്തു. എന്താ മറുപടി കൊടുത്തത്? പണ്ട് അറബ് ലോകത്ത് സൈനി ദഹ്ലാൻ എന്ന ഖുറാഫി കൊണ്ടുവന്നപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ, അറബ് ലോകത്തെ പണ്ഡിതന്മാർ കൊടുത്ത മറുപടി, 1971 സെൽസബീലിൽ വന്ന മറുപടി, 2001 ഈ ഉള്ളവനും പറഞ്ഞതുപോലെയുള്ള മറുപടി, 2004 ആ പ്രത്യേകമായ സംവാദത്തിൽ മണ്ണാർക്കാട് വെച്ച് കൃത്യമായി തന്നെ പറഞ്ഞു, ദുർബലമാണ്, ഇത് സ്വീകാര്യമല്ല. ഇനി ഹദീസ് സഹിയാണെങ്കിൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന ശിർക്കൻ പ്രവർത്തനത്തിനും ഇസ്തിഗാസക്കും അതിൽ തെളിവേയില്ല. സർവ്വ സഖാഫിമാരും വാല് മടക്കി, മിണ്ടീല. പിന്നെ ഇതും കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടത് ആരാന്നറിയോ? നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ മടവൂരികൾ എന്ന് പറയുന്ന ആളുകൾ. അവര് പറഞ്ഞു മുജാഹിദുകൾ. ആരാ മുജാഹിദുകൾ? AP ഭാഗം മുജാഹിദുകൾ. ആരാ AP ഭാഗം? ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം കൊടുക്കുന്ന മുജാഹിദുകൾ. ആ മുജാഹിദുകളെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ഒരു പത്രത്തിൽ, അഥവാ സെൻസിംഗിൽ അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന മടവൂരികളുടെ പണ്ഡിതനായ സുല്ലമി, അദ്ദേഹം ഈ പത്രക്കാർക്ക് പോയിട്ടൊരു ഇന്റർവ്യൂ കൊടുത്തു. ആ ഇന്റർവ്യൂ ലേഖനമായിക്കൊണ്ട് ബോക്സ് ന്യൂസായി ഉള്ളിൽ കൊടുക്കുകയും കവർ ചിത്രമായിക്കൊണ്ട്, കവർ സ്റ്റോറി ആയിക്കൊണ്ട് കവറിൽ തന്നെ കൊടുത്തതെന്താണെന്നറിയോ? മൗലവി ഭാഗം മുശ്രിക്കുകൾ തന്നെ. മൗലവി ഭാഗം മുശ്രിക്കുകൾ തന്നെ. കേരളം മുഴുവൻ ഞെട്ടി, നമ്മളെല്ലാവരും ഞെട്ടി. നമ്മുടെ പേര് ശിർക്ക് ആരോപിച്ചിരിക്കുന്നു, നമ്മള് ശിർക്കിലേക്ക് പോയിരിക്കുന്നു എന്ന രൂപത്തിലുള്ള പ്രചരണം ആ സെൻസിംഗിൽ വന്നു. അതുപോലെ തന്നെ കേരളത്തിൽ പല രൂപത്തിലുള്ള വീണ്ടും ഈ വിഷയത്തെക്കുറിച്ച് വസ്വാസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ പല മുസ്ലിയാക്കന്മാരും പലയിടങ്ങളിലുമായി കൊണ്ട് ഉദ്ധരിച്ചു നടന്നു. അതിൻ്റെ ഇടക്കാണ് 2007 ഇസ്ലാഹ് മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഒരു ലേഖനം വരുന്നത്. ജനപ്രദേശവും പകൽ വെളിച്ചവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വരികൾ ഞാനത് ആവർത്തിക്കുന്നില്ല. അതും കൂടി കിട്ടിയപ്പോൾ കേരളത്തിലെ ഖുബൂരികളും അതുപോലെ തന്നെ മടവൂർ വിഭാഗത്തിലെ ആളുകളും കേരളം മുഴുവൻ മൈക്ക് കെട്ടിക്കൊണ്ടവർ പറഞ്ഞു, മൗലവി ഭാഗം ഇതാ മുശ്രിക്കുകളായി പോയിരിക്കുന്നു. ഇവര് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു, ജിന്നുകളെ വിളിച്ച് സഹായം തേടാമെന്ന് പറയുന്നു. അതിനുയർത്തി കാണിച്ചത് ഈ ഇസ്ലാഹ് മാസികയായിരുന്നു. അങ്ങനെ കേരളത്തിൽ ഇതിങ്ങനെ വലിയ ചർച്ചയാക്കി. എല്ലാവരും അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതാത്തത് അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെ പറഞ്ഞു നാടൊട്ടാകെ ഇതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഈ ഉള്ളവനടക്കം, എന്റെ സ്നേഹിതനായിരുന്ന അനസ് മൗലവി അടക്കം അതുപോലെയുള്ള ആളുകള് ജബ്ബാർ മൗലവിയുടെ വീട്ടിലേക്ക് പോയിട്ട്, അതെ ഇങ്ങനെ ഖുറാഫികൾ ഇതാ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, മൗലവി നിങ്ങൾ എഴുതിയത് ശിർക്കാണ്, പിൻവലിക്കണം എന്ന് പറയാനല്ല ഞങ്ങൾ പോയത്, മറിച്ചിതാ നിങ്ങൾ ഉദ്ദേശിക്കാത്ത ആശയം, നിങ്ങളുടെ വരികൾ ഇതാ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് ഇത് പൊക്കിക്കാണിച്ചുകൊണ്ട് ഇതേ ജിന്നിനോട് തേടാമെന്നും പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞിരിക്കുന്നു. AP ഭാഗം മൗലവി ഭാഗം മുശ്രിക്കുകളായി പോയിരിക്കുന്നു എന്ന് ഇതാ ഇവര് നാടൊട്ടാകെ പ്രചരിപ്പിക്കുകയാണ്. അതുകൊണ്ടൊരു വിശദീകരണം ആ രംഗത്ത് ആവശ്യമാണെന്ന് പറയുകയും, അതേ ഒരു വിശദീകരണം അതാ 2008 അതാ ഇസ്ലാഹ് മാസികയിലൂടെ പുറത്തു വരികയും ചെയ്തു. അതിലെന്താ വന്നത്? ഞാനിത് പറയേണ്ട കാര്യം എന്താണെന്നറിയോ? പല ആളുകളും പറയുന്നുണ്ട് അബ്ദുൽ ജബ്ബാർ മൗലവി മുശ്രിക്കായി പോയിരിക്കുന്നു, നിങ്ങൾ മുശ്രിക്കാണ്, നിങ്ങൾ എഴുതിയൊരു ശിർക്കാണ്, നിങ്ങൾ ആ ശിർക്ക് തിരുത്തണം എന്ന് പറയാൻ ഹുസൈൻ സലഫി അനസ് മൗലവിയുടെ കൂടെ പോയില്ലേ എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത്. ഞങ്ങളത് പോയിട്ട് നിങ്ങൾ ശിർക്കാണ് എഴുതിയിരിക്കുന്നത്, ആ വലിയ ശിർക്ക് തിരുത്തണം എന്ന് പറയാനല്ല ഞങ്ങൾ പോയത്. മൗലവി നിങ്ങൾ എഴുതിയിട്ടുള്ള ഈ വരികളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് കേരളത്തിലെ നമ്മുടെ ശത്രുക്കൾ നാം ശിർക്കിലേക്ക് പോയിരിക്കുന്നു, നാം മുശ്രിക്കുകളാണെന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒരു വിശദീകരണം ആവശ്യമാണ്. ആ അർത്ഥത്തിൽ അതേ വിശദീകരണം ഞങ്ങളൊക്കെ കൂടി തന്നെ തയ്യാറാക്കി. ആ തയ്യാറാക്കിയ വിശദീകരണത്തിൽ തന്നെ പ്രിയമുള്ളവരെ എന്താ മനസ്സിലാവുക? ശിർക്കുണ്ട് ഇസ്ലാഹിൽ, ഞങ്ങൾ തിരുത്തുന്നു എന്നാ ഞങ്ങൾ വിശദീകരണം കൊടുത്തത് അല്ല. എന്താ കൊടുത്തത് കേട്ടോ? വിജനപ്രദേശത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അഭൗതികതയോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മദ്യപിക്കൽ ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞാൽ
മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. ഞങ്ങളെല്ലാവരും കൂടെ തയ്യാറാക്കി കൊടുത്ത വിശദീകരണം അത്. ഇത്തരം ശിർക്കുകളെ സൂക്ഷിക്കുക എന്നല്ല, ഇത്തരം ദുഷ്പ്രചരണങ്ങൾ എന്താ നമ്മെക്കുറിച്ച് ഇല്ലാത്തതാ പ്രചരിപ്പിക്കുന്നത്. എന്ത്? ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നു. അതാരും പെട്ടുപോകരുത്, അങ്ങനെ ഒരു നിലക്കും അതിൽ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് എഴുതി കൊടുത്തത്. അതാണ് ഇസ്ലാഹിൽ വന്നത്. മാത്രമല്ല, എന്റെ സ്നേഹിതൻ അനസ് മൗലവി എത്രയോ മാസങ്ങൾ ഈ അടുത്ത കാലഘട്ടം വരെ ഇസ്ലാഹിന്റെ ലക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ നമ്മുടെ നേരെ ശിർക്കുന്നയിച്ച ആളുകളോട് വളരെ തീക്ഷണമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്, ഇതിലെവിടെയാണ് ശിർക്ക്, ഇതിലെവിടെയാണ് ശിർക്ക്? ജബ്ബാർ മൗലവിയെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു പോലും, മൗലവി ഇരിക്കുന്ന സദസ്സിൽ വെച്ച് പോലും അതിൽ ശിർക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ സ്നേഹിതന് എവിടെ വെച്ചാണ് വഴിമാറ്റം സംഭവിച്ചത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ച് ആ നിലക്കുണ്ടായിട്ട് പിന്നെ എവിടെ വെച്ചാണ് ഈ മാറ്റം എന്ന് വന്നത് എന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല. 2012 വരെയും ആ അർത്ഥത്തിൽ കേരളത്തിൽ എല്ലാവരും നമ്മുടെ നേതാക്കളും പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും ഒക്കെ ആ രംഗത്ത് ഏറെ കൈകാര്യം ചെയ്തവരാണ്. അവരൊക്കെ ഈ സമൂഹത്തോട് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടില്ല. കേരള ജംഇയ്യത്തുൽ ഉലമ അതെ കേന്ദ്രം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലും നമ്മൾ ആണയിട്ട് സമൂഹത്തോട് പറഞ്ഞു, ജിന്നിന്റെയും ശൈത്താന്റെയും പേരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ ശിർക്ക് ആരോപിച്ച ആരോപകന്മാരോട് നമ്മൾ പറഞ്ഞത് ആയത്തുദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ നദീം. അതെ, ഈ നിലക്ക് മുജാഹിദുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുന്നതിനെ കുറിച്ച് എന്താ പുസ്തകത്തിൽ പറഞ്ഞത്? 2012 ഇറങ്ങിയ ഇതിന്റെ ഈ എഡിഷനിലും പറഞ്ഞത് എന്താണ്? 3rd എഡിഷൻ 3ാമത്തെ പതിപ്പാണ് ഇത് 2012 ഇറങ്ങിയത്. അതിലും പറഞ്ഞത് എന്താണ്? ജിന്ന് പിശാചുക്കൾക്ക് അദൃശ്യജ്ഞാനമുണ്ടെന്നും അഭൗതികമായ മാർഗത്തിലൂടെ നമ്മെ സഹായിക്കാൻ കഴിയുമെന്നും അതിനാൽ അവരോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുമാണ് KNM-കാരുടെ വാദമെന്നും കേരളക്കരയിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനം തുടച്ചു മാറ്റിയ ഈ അന്ധവിശ്വാസങ്ങൾ വീണ്ടും ഇറക്കുമതി ചെയ്തുകൊണ്ട് ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് KNM ചെയ്യുന്നത് എന്നുമുള്ള അടിസ്ഥാനരഹിതമായ ദുരാരോപണമാണ് ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനക ഹദാ ബുഹ്താനുൻ നദീം. എന്താ പറഞ്ഞത്? നമ്മുടെ പേര് ആരോപിക്കുന്ന ആ ശിർക്ക് ആരോപണം വമ്പിച്ച കെട്ടുകഥയാണ്, അപരാധമാണ്, കള്ളമാണ്, ആരോപണമാണ് എന്ന് KNM പബ്ലിഷിംഗ് വിങ് ഇറക്കിയിട്ടുള്ള ജിന്നും ശൈത്താനും എന്ന പുസ്തകത്തിന്റെ ആമുഖം നോക്കൂ. 2012 ഇറങ്ങിയ പുതിയ പതിപ്പത്. ഈ 2012 പറഞ്ഞോ KNM നമ്മൾ ശിർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ വാദമുണ്ട്? ഇല്ല. പിന്നെ എവിടെ നിന്ന് ഈ മാറ്റം വന്നു? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആർക്കൊക്കെയോ ജിന്നൊരു മറയാണ്, ശൈത്താനൊരു മറയാണ്, പലതും ഒരു പുകമറയാണ്. അതൊക്കെ ഉയർത്തി കാണിച്ചിട്ട് ആർക്കൊക്കെയോ എന്തൊക്കെയോ നേടണം എന്ന ലക്ഷ്യം, അത് പണ്ട് പലരും പയറ്റി പരാജയപ്പെട്ടപ്പോൾ, നേർക്കുനേരെ കഴിയില്ലെന്ന് വന്നപ്പോൾ ചില ചാരന്മാരെ ഇതിന്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടു. അവർ കട്ടുമുറിച്ച ക്ലിപ്പുകൾ ഉണ്ടാക്കി, അങ്ങനെയുള്ള സീഡികൾ ഉണ്ടാക്കി. ഞാൻ വിശദീകരിക്കുന്ന നേരത്തെ എന്റെ സ്നേഹിതൻ TK അഷ്റഫ് ഇവിടെ കൃത്യമായി വിവരിച്ചു. അത് നേതാക്കൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. കേരള ജംഇയ്യത്തുൽ ഉലമ പോലും ഇവർ ചാരന്മാരാണ്, ഇവർ ഈ സംഘടനക്ക് ദോഷമാണെന്ന് വിധി എഴുതിയ അതേ ആളുകൾ ഇപ്പോൾ അവർക്ക് KNM-ൽ വലിയ പദവികളാണ്, വലിയ സ്ഥാനമാണ്. അത്തരത്തിൽ ചാരന്മാരെന്ന് പറഞ്ഞ ആളുകൾ പലരും ഇപ്പോൾ അവരുടെ യോഗങ്ങളുടെ സംഘാടകരാണ്. അതേ, ചേരേണ്ടിടത്ത് ചേരുകയാണ്. അതേ, പറയേണ്ടവർ അന്ന് പറഞ്ഞത് എന്ത് ലക്ഷ്യത്തിലായിരുന്നു എന്ന് മുജാഹിദ് കേരളം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊന്നുമല്ല പ്രശ്നം വേറെ എന്തൊക്കെയോ ഉണ്ട്. ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ടുമുണ്ട്. പ്രിയമുള്ളവരെ, ശിർക്ക് ചെയ്യാത്തൊരു ഭാഗത്തിന്റെ മേൽ അവര് മുശ്രിക്കാണ്, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നു, അത പോകുന്നു ജിന്നൂരി, അവൻ ജിന്നിനെ വിളിച്ച് തേടുന്നവൻ. വിളിക്കുന്നത് തന്നെ ജിന്ന് എന്നാണ്, മനുഷ്യനല്ല, ജിന്ന. അത് ജിന്നുകളാ.
അത് ജിന്നുകളുടെ കോൺഫറൻസ്, അത് ജിന്നുകളുടെ മീറ്റിംഗ്, ഒക്കെ ജിന്നുകളാണ്, എല്ലാം ജിന്നുകൾ. സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന ഒരു മറ, ജിന്ന് എന്ന ഓമന പേരിട്ട് ആ മറക്ക് പിന്നിൽ നിന്ന് ചില കളികൾ കളിക്കുന്നവരവസ്ഥയാണ്. അല്ലാഹുവേ, നീ തന്നെ ഇതിൽ ഒരു തീരുമാനമെടുക്കണം എന്ന് സങ്കടപ്പെടുകയല്ലാതെ നിവൃത്തിയില്ല. പക്ഷേ ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതാണ് എവിടെയും കാണുന്ന ഈ മഹാജനസാഗരം. ജനങ്ങൾ അതാണ് സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ജിന്നും സിഹിറൊന്നല്ല പ്രശ്നം വേറെ എന്തൊക്കെയോ ആണ് എന്ന് അതാളുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊരു സമൂഹത്തിന്റെ മേൽ അവർ ചെയ്യാത്തവരപരാധം, ശിർക്ക് ഒരു സമൂഹത്തിന്റെ മേൽ പറയുമ്പോൾ അതെത്രമാത്രം ഗൗരവമാണ്. ഇത് കേൾക്കുമ്പോ ഒരുപക്ഷെ ഖുറാഫികൾ ചിന്തിച്ചേക്കും, മൗലവിമാരെ നിങ്ങൾ പരസ്പരം ശിർക്ക് ആരോപിച്ചൊന്ന് തമ്മിലടിക്ക്, ആ പണി തന്നെയല്ലേ നിങ്ങൾ ഞങ്ങളുടെ നേരെയും ചെയ്തത് എന്നൊരൊറ്റ ഖുറാഫിയുടെ മനസ്സിലും തോന്നേണ്ടതില്ല. പ്രിയപ്പെട്ട സഹോദര, നിങ്ങളെപ്പറ്റി നിങ്ങൾ സമ്മതിക്കാത്ത ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ വന്നിട്ടുണ്ട്, മഹാന്മാരായ ആളുകളോട് ഞങ്ങൾ ഖബറിന്റെ സമീപത്ത് പോയാൽ ഞങ്ങൾ അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക തന്നെ ചെയ്യാറുണ്ട്. ഞങ്ങൾക്കതിൽ ഒരു വിഷമവുമില്ല. ഞങ്ങൾ അവരെ വിളിച്ച് തേടുന്നവരാണ്. ഞങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. അത് പറയുന്നതിൽ എന്താണ് ഇത്ര വിഷമിക്കാനുള്ളത് എന്നുവരെ സമ്മതിച്ചു കഴിഞ്ഞ യാഥാർത്ഥ്യമാണ്. അപ്പൊ നിങ്ങൾ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അതല്ലാതെ നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ പറഞ്ഞോ ഞങ്ങൾ മുഹീദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ മമ്പറം തങ്ങളോട് പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ മുനമ്പത്ത് ബീവിയോട് പ്രാർത്ഥിക്കുന്നില്ല ഇന്ന് വരെ പറഞ്ഞോ? ഇല്ല. മറിച്ച് എന്താ പറഞ്ഞത്? കൊട്ടപ്പുറം സംവാദത്തിൽ വെച്ച് നേതാവായ മുസ്ലിയാർ പോലും പറഞ്ഞത്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ തെളിവായിക്കൊണ്ട് ധാരാളം ആയത്തുകൾ ഞാൻ ഇവിടെ ഓതി എന്ന് മറുപക്ഷത്തുള്ള നമ്മുടെ പണ്ഡിതന്മാരോട് വലിയ ധീരമായ ഒരു കാര്യമായി സമ്മതിച്ചയാളാണ് അപ്പുറത്തുള്ള മുസ്ലിയാര്. അതുകൊണ്ട് അവരുടെ മേൽ നമ്മൾ ആരോപണം പറയുകയല്ല, അവർ പോലും സമ്മതിക്കുന്ന വസ്തുതയാണ് പറഞ്ഞത്. അതേ അവസരത്തിൽ ഒരു മുജാഹിദ് തൗഹീദ് മനസ്സിലാക്കിയ ഒരു മുജാഹിദ്, ഒരു കുട്ടിയാണെങ്കിൽ പോലും അവൻ ഏതൊറക്കത്തിൽ നിന്ന് വിളിച്ചാലും, മോനെ വിജനപ്രദേശത്ത് വെച്ച് ആരെയാ വിളിക്കേണ്ടത്? അല്ലാനെയാ വിളിക്കേണ്ടത്. യാ ഇബാദല്ലാഹ് വിളിക്കാമോ? ഇല്ല. യാ അല്ലാഹ് ഒരു സ്ഥലത്ത് വെച്ചും. അതാണ് ഞങ്ങളൊക്കെ കൂടി അന്ന് ഇസ്ലാഹിൽ വിശദീകരണം കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും തെളിവില്ല, ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നവരെ കരുതിയിരിക്കുക. അന്ന് പറഞ്ഞോട് തന്നെ ഇപ്പൊ നമ്മളുള്ളത്. ഇത്തരം ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നവരെ കരുതിയിരിക്കുക. നോക്കൂ നിങ്ങൾ, അപ്പോ എത്രത്തോളം മാരകമായ നിലക്കുള്ള ആരോപണങ്ങളാണ് സമൂഹത്തിന്റെ മുമ്പിലേക്ക് പറഞ്ഞുകൊണ്ടുവരുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മുജാഹിദുകൾ അന്ധവിശ്വാസത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം, മുജാഹിദുകൾ എന്ത് അന്ധവിശ്വാസത്തിലേക്കാണ് കൊണ്ടുപോയത്? ജിന്ന് മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിക്കാം, അതിന് സാധ്യതയുണ്ട്. ഇത് പുതിയ വാദമാണോ? കെ.എം. മൗലവി അടക്കമുള്ള ആരാ? കെ.എം. മൗലവി, കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന നമ്മുടെ സംഘടന കെട്ടിപ്പടുത്ത അതിന്റെ ഒന്നാമത്തെ പ്രസിഡന്റായ കെ.എം. മൗലവി തന്നെ പറഞ്ഞ വിശ്വാസമാണ്, അദ്ദേഹം പ്രചരിപ്പിച്ച വിശ്വാസമാണ്, ജിന്ന് ശരീരത്തിൽ കൂടാം. അങ്ങനെ കൂടിയെന്ന് നമുക്ക് സംശയിക്കപ്പെടുന്ന രോഗികൾ ഉണ്ടെങ്കിൽ അവർക്ക് മന്ത്രം നടത്തിക്കൊണ്ട് ആ രൂപത്തിലുള്ള ചികിത്സകൾ അവർക്ക് വേണ്ടി ചെയ്യാം. കെ.എം. മൗലവിയുടെ ഫത്വകളിൽ കാണാം. ആരാണ് ഇത് അംഗീകരിക്കാത്തത്? പിന്നെ പറയുന്നു കണ്ണേറ്. മുജാഹിദീങ്ങൾക്ക് ഈ കണ്ണേറൊക്കെ ഇല്ലാന്നായിരുന്നു പണ്ട് പറഞ്ഞത്. ആര് പറഞ്ഞു? നമ്മൾ പഠിക്കാത്തത് കൊണ്ടല്ലേ. നമ്മുടെയൊക്കെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ എടുത്തു നോക്കൂ. ഇസ്ലാമിക ജീവിതം എന്ന അമാനി മൗലവിയുടെ ആ പുസ്തകം എടുത്ത് പരിശോധിച്ചു നോക്കൂ. കണ്ണേറിനെ സംബന്ധിച്ച് അതിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തെന്ന് കൃത്യമായി എന്ന മൗലവിമാര് വിശദീകരിച്ചിട്ടുണ്ട്. സിഹിറിനെ സംബന്ധിച്ച് നമ്മുടെ ജംഇയ്യത്തുൽ ഉലമ എടുത്ത തീരുമാനം എന്ത്? സിഹിർ ബാധിക്കുമോ? അതോ ഒരു ചങ്ങാതി പറഞ്ഞതുപോലെ സിഹിറൊന്നും ബാധിക്കൂലാന്ന്? അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ കാറിങ്ങോട്ട് തിരിക്കുമ്പോ സിഹിറിട്ടിട്ടും അങ്ങോട്ടാണ് തിരിച്ചൂടെ എന്ന് ഖുർആൻ റിസർച്ച് നടത്തുന്ന ഒരു മൗലവി പറഞ്ഞതായി ക്ലിപ്പുകളിലൊക്കെ കേട്ടിട്ടുണ്ട്, ഇതിന്റെ പരിസരത്ത് എവിടെയോ വെച്ചിട്ട്. അങ്ങനെ സിഹിർ നിഷേധികളായ ആളുകൾ, അതിനെ പരിഹസിക്കുന്നവരായ മൗലവിമാർ, അതായിരുന്നോ കേരള നദുവത്തുൽ മുജാഹിദീനിന്റെ വിശ്വാസം?
എന്താണ് ഖുർആൻ പരിഭാഷയിൽ വന്നത്? സിഹിറിനെ പറ്റി ബാധിക്കുമെന്നാണോ? ബാധിക്കില്ല, അത് കേവലം മിഥ്യയാണ്, പൊട്ടത്തരമാണെന്നാണോ വന്നത്? അതോ ഭാര്യാഭർത്താക്കൾക്കിടയിൽ പിണക്കമുണ്ടാക്കുമെന്നാണോ വന്നത്? എന്താണെന്ന് ഖുർആൻ പരിഭാഷ പോലും മുജാഹിദുകൾ വായിക്കുന്നില്ലേ? പിന്നെ എന്ത് പുതിയ വാദമാണ് നമ്മൾ പറഞ്ഞത്? മന്ത്രമുണ്ട് എന്ന് പറഞ്ഞതോ? മന്ത്രം, ഏത് മന്ത്രത്തെയാ നമ്മൾ എതിർത്തത്? കുണ്ടുതോട് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥക്ക് ഇരുന്നപ്പോൾ പോലും നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞ യാഥാർത്ഥ്യമാണ്. മന്ത്രത്തിന്റെ ഇസ്ലാമികമായ വശങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. തർക്കമില്ലാത്തത് കൊണ്ട് വാദപ്രതിവാദത്തിൽ അതൊരു വിഷയമായി വന്നില്ല. കാരണം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കൃത്യമായി തന്നെ എന്താണ് മന്ത്രം, ഏതൊക്കെ മന്ത്രമല്ല, എങ്ങനെ ആയിരിക്കണം അതിന്റെ വിധിവിലക്കുകൾ എന്ന് സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനത്തിൽ മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. ഒരു പുതിയ വാദവും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഒരു പുതിയ വാദവും ഈ സമൂഹത്തിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാമികമായി അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം എങ്ങനെ നിലനിർത്തണോ അതിനൊരു പോറലും ഏറ്റിട്ടില്ല, ഏൽക്കാനും പാടില്ല. ആ നിലക്ക് കൃത്യമായി അള്ളാഹുവിൽ അടിയുറച്ചുള്ള വിശ്വാസമാണ് നരകത്തിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അല്ലാഹു പറഞ്ഞത് റസൂലിഹി, അവന്റെ റസൂലിൽ വിശ്വസിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന കേവലം നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുമോ? ഒരിക്കലും ആവില്ല, ഒരിക്കലും ആവില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എങ്ങനെ വിശ്വസിക്കണം? അല്ലാഹ് പഠിപ്പിച്ചതുപോലെ മുഴുവൻ വിശ്വസിക്കണം. ഉള്ളതൊന്നും കുറക്കാൻ പാടില്ല, ഇല്ലാത്തതൊന്നും കൂട്ടാനും പാടില്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് മുഴുവൻ സത്യമാണ്, അതിൽ എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നത് മുഴുവൻ സത്യമാണെന്നും അല്ലാത്തത് ഞാൻ സ്വീകരിക്കില്ല എന്നും പറയുന്ന നിലപാടിലേക്ക് പിഴച്ചുപോയ കക്ഷികൾ പണ്ടും വന്നിട്ടുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, ഒരു സത്യവിശ്വാസിയുടെ നയമെന്താ? ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലൂ സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സത്യവിശ്വാസികളായ ആളുകളുടെ സമീപനം എന്താണ്? അള്ളാഹുവിലേക്ക് വരൂ, അവന്റെ റസൂലിലേക്ക് വരൂ, ഖുർആനിലേക്ക് വരൂ, ഹദീസുകളിലേക്ക് വരൂ എന്ന് വിളിക്കപ്പെട്ടാൽ ആ ഖുർആനിനെയും ഹദീസുകളെയും, അതേ സ്വഹീഹായ ഹദീസുകളാണെങ്കിൽ പിന്നെ അതിൽ പിന്നെ ചിന്തിക്കേണ്ട പ്രശ്നമേ ഇല്ല. സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറയലാണ് വേണ്ടത്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ, അവരാണ് വിജയിച്ച ആളുകൾ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഒരു കാര്യം നമ്മൾ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടത് എന്താ? ഒരു ഹദീസ് നമ്മുടെ കയ്യിൽ കിട്ടി, ആ ഹദീസിൽ പറഞ്ഞ കാര്യം ഖുർആൻ വിരുദ്ധമാണെന്ന് പലരും പറയുന്നു, അത് ബുദ്ധിക്ക് യോജിക്കാത്തതാണെന്ന് പലരും പറയുന്നു. ഒരിക്കലും പ്രിയമുള്ളവരെ, ഖുർആനിന് വിരുദ്ധമായ ഒരു ഹദീസും വരൂല. ഖുർആനിന് വിരുദ്ധമായ ഒരു ഹദീസും സ്വഹീഹായ നിലക്ക് വരൂല. ചിലരൊക്കെ പറയുന്നു ഖുർആനിന് വിരുദ്ധമായ നിലക്ക് സ്വഹീഹായ ഹദീസ് വന്നേക്കാം. സ്വഹീഹായ ഒരു ഹദീസ് ഒരിക്കലും ഖുർആനിനെതിരെ വരില്ല. കള്ള ഹദീസുകളെ ഖുർആനിനെതിരെ വരികയുള്ളൂ. അതുകൊണ്ട് ഹദീസ് സ്വഹീഹാണോ, നബി തങ്ങൾ പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടതാണോ, അത് 100% അംഗീകരിക്കലും വിശ്വസിക്കലും മുസ്ലിമിന്റെ ബാധ്യതയാണ്. തന്റെ ബുദ്ധിക്ക് യോജിച്ചുവോ എങ്കിൽ ഞാൻ സ്വീകരിച്ചോളാം, അതല്ലെങ്കിൽ ഞാൻ തള്ളിക്കളയുന്നു എന്ന നിലപാട് ഒരു മുസ്ലിമിന്റെ ഭാഗത്തു നിന്നുണ്ടാകാനേ പാടില്ല. അതാണ് ഇന്ന് ചില ആളുകൾ ഹദീസുകളോടുള്ള സമീപനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മാറ്റിവെക്കുകയാണ്. എങ്ങനെ മാറ്റിവെക്കുന്നു? പ്രവാചകൻ പറഞ്ഞു എന്ന് ഉറപ്പുള്ള ഹദീസ് ബുഖാരിയിലാണെങ്കിൽ പോലും മുസ്ലിമിലാണെങ്കിൽ പോലും എത്ര തന്നെ സ്വഹീഹാണെന്ന് തലമുറകളായി മുസ്ലിം ലോകം അംഗീകരിക്കുന്നതാണെങ്കിൽ പോലും അത് ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ബുഖാരിയിലെ ഹദീസ് തോട്ടിലെറിയണമെന്നും കുപ്പയിലെറിയണമെന്നും തള്ളിക്കളയണമെന്നും ആര് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ ബാധ്യതയില്ലെന്നുമൊക്കെ പലരും മുജാഹിദുകളുടെ പേരിൽ പറയാണ്, എഴുതാണ്. ഒരിക്കലും ഒരു മുജാഹിദിന്, ഒരു മുസ്ലിമിന് അത് അംഗീകരിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഉറപ്പുണ്ടോ? എങ്കിൽ അത് മുഴുവൻ വിശ്വസിച്ചു കൊള്ളണം. ആ നിലക്ക് അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവൻ സ്വീകരിക്കണം. അതിനോട് മുഴുവനും ബഹുമാനമുണ്ടാകണം, അതിനോട് മുഴുവനും ആദരവുണ്ടാകണം, അനുസരണബോധമുണ്ടാകണം. ആ നിലക്ക് മുഴുവനും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ നാം ഒരിക്കലും പരിഹസിച്ചുകൂടാ. നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ താടി വളർത്തി ബിരിയാണിക്ക് മുകളിൽ വസ്ത്രം കയറ്റി ഉടുത്ത് മ്യൂസിക്കൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി സിനിമകളും സീരിയലുകളും ഒക്കെ ഒഴിവാക്കിയപ്പോ ഇപ്പൊ അവരെ കുറിച്ച് പറയാണ് അതൊക്കെ കേവലം ചില ജാടകൾ മാത്രമാണ്, തഖ്വല്ല ഉള്ളില്. മലപ്പുറത്ത് പ്രോഫ്കോൺ സംഘടിപ്പിക്കപ്പെട്ടു. പലരും പറഞ്ഞു മലപ്പുറത്ത് പ്രോഫ്കോൺ എന്ന മാമാങ്കം നടക്കൂല. ആരാ തീരുമാനിക്കേണ്ടത്? സീലുള്ളവനാണോ തീരുമാനിക്കേണ്ടത്? ലെറ്റർ പേഡ് ഉള്ളവരാണോ തീരുമാനിക്കേണ്ടത്? അതേ, ലോകത്തൊരാളുമല്ല അക്ബർ, അല്ലാഹു അക്ബർ, അല്ലയാണ് അക്ബർ. അവനാണ് തീരുമാനിക്കേണ്ടത്. അവന്റെ തീരുമാനം മലപ്പുറത്ത് നടന്നു. അതേ, ആയിരക്കണക്കിന് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ അവിടെ തടിച്ചുകൂടി. അവർക്ക് ഇസ്ലാമിന്റെ സന്ദേശം അവിടെ കിട്ടിക്കഴിഞ്ഞു. ആ രൂപത്തിലുള്ള മക്കളെ കണ്ടപ്പോൾ അതേ, അവരെ പരിഹസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അതൊക്കെ വ്യാജ ആത്മീയതയാണ് പോലും. പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ ചില കപട ആത്മീയതകളാണ് അത്രേ വളർന്നു വരുന്നത്. താടി നീട്ടുന്നത് വ്യാജാത്മീയതയാണോ? വസ്ത്രം കയറ്റി ഉടുക്കുന്നത് കപട ആത്മീയതയാണോ? സംഗീതം ഒഴിവാക്കുന്നത്, സിനിമ ഒഴിവാക്കുന്നത്, സീരിയലുകളോട് വിട പറയുന്നത് കപട ആത്മീയതയാണോ? പിന്നെ എന്താണ് ശരിയായ ശുദ്ധമായ ആത്മീയത? പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിലതാ ഈമാനിന്റെ മധുരം അങ്ങ് ചെന്നപ്പോൾ വളരെ മോശപ്പെട്ട ജീവിതം ജീവിച്ചിരുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ സത്യത്തിന്റെ പാതയിലേക്ക്, സുന്ദരമായ ഇസ്ലാമികമായ തീരത്തേക്ക് അവർ കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റമായിരുന്നു ആയിരങ്ങൾ മലപ്പുറത്തെ പ്രോഫ്കോണിൽ തടിച്ചുകൂടിയപ്പോൾ നമുക്ക് കാണാനായത്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരന്മാരെ, ആലോചിച്ചു നോക്കൂ. ആ നിലക്കുള്ള മാറ്റം മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള ശരിയായ ആ തുടർച്ചയുണ്ടായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ സ്നേഹമാണ് നമുക്ക് കിട്ടുന്നത്. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പ്രഖ്യാപിക്കാൻ അല്ലാഹുവല്ലേ പറഞ്ഞത്? എങ്കിൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും എന്നല്ലേ അല്ലാഹു തആല പറയുന്നത്. ആ നബി തങ്ങളോട് സ്നേഹമുണ്ടായാൽ അവിടുത്തെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്തിനെ ചോദിക്കുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം ആ പുണ്യകർമ്മം നിർവഹിക്കുന്നു. നമസ്കാരത്തിന്റെ അകത്ത് സ്വലാത്ത് ചൊല്ലുന്നു. നമസ്കാരത്തിന്റെ പുറത്തതാ പ്രത്യേകം കൽപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളിലതാ ആ സമയങ്ങൾക്ക് പുണ്യം വിചാരിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുന്നു. പ്രത്യേകം സമയമോ പ്രത്യേകം എണ്ണമോ നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്തടത്ത് നമ്മുടെ സൗകര്യത്തിനും സമയത്തിനും അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ആ സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്നേഹ ഹബീബിനോടുള്ള നമ്മുടെ സ്നേഹമാണത്. ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതും ഇന്ന് കച്ചവടവൽക്കരിക്കപ്പെട്ടു. അതെ, ഇപ്പോഴിതാ പുതിയ പുതിയ സ്വലാത്തുകൾ രംഗത്ത് വരുന്നു. പുതിയ സ്വലാത്തുകൾ മാത്രമല്ല, കൊരിയർ സ്വലാത്തുകളാണ് ഇപ്പോൾ കേൾക്കുന്നത്. കൊരിയർ സ്വലാത്ത്, അതെന്താ? സാധാരണ ഇവിടെ അല്ലാഹ് നമുക്ക് സ്വലാത്ത് ചെല്ലാനൊരു സിസ്റ്റം നിശ്ചയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്നും സ്വലാത്ത് ചൊല്ലിയാലും അത് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും പോരാ, ഞങ്ങൾ ഏറ്റെടുത്തു എന്ന നിലക്ക് ചില മുസ്ലിയാക്കന്മാർ ഇതാ ഇപ്പോൾ കൊരിയർ സലാത്തിന്റെ പരസ്യമാണ് കൊടുത്തിട്ടുള്ളത്. അതെന്താണ് ആ സലാത്തിന്റെ പ്രത്യേകത? ആ സലാത്തിന്റെ പ്രത്യേകത, നിങ്ങൾ ചൊല്ലുന്ന സലാത്തുകൾ എത്രയാണ് നാരിയ സലാത്ത് നിങ്ങൾ ചൊല്ലിയതെങ്കിൽ ഓരോ സഹോദരനും ഓരോ സഹോദരിയും ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഈ നാരിയ സലാത്ത് ചൊല്ലിയിട്ട് ഉസ്താദേ ഞാൻ ഇത്ര എണ്ണം സലാത്ത് ചൊല്ലി എന്ന് SMS-ലൂടെ ഉസ്താദിന്റെ ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യണം. അങ്ങനെ ഉസ്താദ് അതൊക്കെ വാരിക്കൂട്ടും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുരീദന്മാർ ചൊല്ലുന്ന ആണും പെണ്ണുമൊക്കെ ചൊല്ലുന്ന സലാത്തുകൾ ഉസ്താദ് വാരിക്കൂട്ടും. എങ്ങനെ? SMS ഇങ്ങനെ കുമിഞ്ഞുകൂടും. അങ്ങനെ കുമിഞ്ഞുകൂടിയിട്ട് ഫാത്തിമ കുട്ടി പറയും ഞാൻ 340 ചൊല്ലി,
അബ്ദുള്ള കുട്ടി പറയും ഞാൻ 716 ചൊല്ലി. ആമിനത്താത്ത പറയും ഞാൻ 3444 വട്ടം നാരിയ സലാത്ത് ചൊല്ലി. ഇതൊക്കെ കൂടി മുസ്ലിയാരി ഇരുന്ന് കൗണ്ട് ചെയ്ത് 10 കോടി തികഞ്ഞാൽ മദീനത്തേക്ക് ഡും ഒരൊറ്റ പാർസൽ അയക്കലാണ്. പുതിയ സലാത്തിന്റെ രീതിയാ. മുസ്ലിയാക്കന്മാരിപ്പോ സലാത്തൊക്കെ കൊറിയർ സർവീസിൽ വിടുകയാണ്. അങ്ങനെ ഇവർക്ക് SMS കിട്ടി. ഇവരുടെ ഓശാരവും ഇവരുടെ പ്രത്യേകമായ മേലാളത്വത്തോടു കൂടിയൊക്കെ മദീനത്തേക്ക് സലാത്ത് കയറ്റി വിടുന്ന ഒരു കച്ചവടം. പുതിയ പരിപാടിയാണ്, പുതിയ സംവിധാനങ്ങളാണ് സമൂഹത്തിലേക്ക് പലരും കൊണ്ടുവരുന്നു. അതേ മുട്ടിപ്പടിയിലെ സലാത്തിന് വല്ല ഭംഗവും വന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുതിയത് സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ മുസ്ലിമേ, ഒരാൾക്കും നീ ചൊല്ലിയ സലാത്ത് SMS അയക്കണ്ട, നീ ആരോടും പറയണ്ട. നീ ചൊല്ലുന്ന ഓരോ സലാത്തും സർവശക്തനായ റബ്ബുൽ ആലമീൻ അതിന്റെ 10 പ്രതിഫലം നീ ഇഖ്ലാസോടെ നിർവഹിച്ചെങ്കിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. അത് പരസ്യപ്പെടുത്തി ആളുകളുടെ മുമ്പിൽ ഞാനൊരു സലാത്ത് ചൊല്ലിയവനാണ് എന്ന പേരിന് വേണ്ടി സലാത്ത് ചൊല്ലിയാൽ ആ സലാത്തിന് പ്രതിഫലമില്ല. എന്നാലോ ഇവർ പഠിപ്പിക്കുന്നത് പണം വാരാൻ വേണ്ടി സലാത്ത് ചൊല്ലിയാലും ഞാനൊരു സലാത്തുകാരനാണെന്ന് ആളുകളുടെ മുമ്പിൽ പേര് കിട്ടണം എന്ന നിലക്ക് സലാത്ത് ചൊല്ലിയാലും അതിന് കൂലിയുണ്ട് എന്ന ഇസ്ലാമിന് നിരക്കാത്ത സിദ്ധാന്തമാണ്, പൊട്ടത്തരമാണ് സമൂഹത്തിന്റെ ഇടയിലേക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സലാത്ത് മുജാഹിദുകൾ ചൊല്ലുന്നില്ല. മറിച്ച് മുജാഹിദുകൾ വജ്ഹുള്ള ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് കൃത്യമായി ചൊല്ലേണ്ടടുത്ത് സലാത്തുകൾ ചൊല്ലുന്നു, നബിതങ്ങളെ പിൻപറ്റുന്നു. കാരണം എന്താ? ഏത് സ്ഥലത്തും നമ്മുടെ നേതാവാണത്. ഏത് വിഷയത്തിലും നമുക്ക് പിൻപറ്റാനുള്ള നേതാവാണത്. എല്ലാ രംഗത്തും നമ്മുടെ മാതൃകയാണത്. അതേ അല്ലാഹു പറഞ്ഞില്ലേ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. എല്ലാ വിഷയത്തിലും അവിടുന്ന് നമുക്ക് മാതൃകയാണ്. നാളെ മഹ്ശറിലെത്തുമ്പോൾ വെച്ച കാല് മുന്നോട്ടിളക്കാൻ അള്ളാന്റെ കോടതിയിൽ സമ്മതിക്കുകയില്ല. ഒരു 4 കാര്യങ്ങൾക്ക് പ്രിയപ്പെട്ട മുസ്ലിമത്തെ നമ്മൾ മറുപടി പറയാതെ പരലോകത്തെ കാലനക്കാൻ റബ്ബ് സമ്മതിക്കൂല. നിന്റെ ആയുസ്സിനെ കുറിച്ച് ചോദ്യമുണ്ട്. എത്ര വയസ്സ് നീ ജീവിച്ചോ? എന്തിലായിട്ടാണടോ നീ ആ സമയം ചെലവഴിച്ചത്? നിന്റെ യൗവനം നീ എങ്ങനെ ചെലവഴിച്ചു? യുവാക്കളെ, യുവതികളെ, യൗവന കാലഘട്ടം എങ്ങനെ ചെലവഴിച്ചു എന്ന ചോദ്യമുണ്ട്. സമ്പത്തിനെ കുറിച്ച് ചോദ്യമുണ്ട്. എവിടെ നിന്നാണടോ നിനക്ക് സമ്പത്ത് കിട്ടിയത്? ഏത് മാർഗത്തിലാണടോ നീ ആ സമ്പത്ത് വിനിയോഗിച്ചത്, ചെലവഴിച്ചത് എന്ന ചോദ്യമുണ്ട്. ഇൽമിനെ കുറിച്ച് ചോദ്യമുണ്ട്. നീ എന്താണടോ പഠിച്ചത്? പഠിച്ചതനുസരിച്ച് നീ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം അവിടെയുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയണമെങ്കിൽ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃക ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മൾ പാലിക്കണം. അവിടെയാണ് ജനങ്ങൾ, അവിടെയാണ് മുസ്ലിം പേരുള്ളവരെ ബാറുകളിൽ കാണുന്നത് എന്തുകൊണ്ടാ? മദ്യഷാപ്പുകളിലെ ക്യൂകളിൽ മുസ്ലിം പേരുള്ളവർ നിൽക്കുന്നത് എന്തുകൊണ്ടാ? സ്കൂളുകളിലും സെക്കൻഡറി സ്കൂളുകളിലും പ്രൈമറി സ്കൂളുകളുടെയും കലാലയങ്ങളുടെയും പുറത്തുള്ള തട്ടുകടകളിൽ നിന്ന് ചില വർണ്ണാഭമായ പാക്കറ്റുകളിലൂടെ ചില കുട്ടികൾ നുണയുന്നത് എന്താണ്? ചെറിയ ചെറിയ മക്കൾ പോലും അതേ ചില തട്ടുകടകളിൽ നിന്ന്, പെട്ടിക്കടകളിൽ നിന്ന് വാങ്ങിയിട്ട് സ്വകാര്യമായി വിദ്യാർത്ഥികൾക്കിടയിലൂടെ വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന്റെ ലോകമല്ലേ നമ്മുടേത്. ലഹരി കുത്തിവെക്കുന്നു, ലഹരി നുണയുന്നു, മദ്യം ആസ്വദിക്കുന്നു. അള്ളാഹു നമുക്ക് ചെയ്യുന്ന ഒരു അനുഗ്രഹമാകുന്ന വിവാഹ ജീവിതം എന്ന് പറയുന്ന ആ പുണ്യകർമ്മം നാളെ നടക്കാൻ പോവുകയാണെങ്കിൽ തലേ ദിവസമതാ കല്യാണ വീട്ടിൽ വെച്ച് കുപ്പി പൊട്ടിക്കുന്നു, മദ്യം വിളമ്പുന്നു, കൂട്ടുകാരി വന്നുകൊണ്ട് ഒരുമിച്ചതാ ഒന്നിച്ച് കുടിക്കുന്നു. അന്നത് ലൈസൻസ് നൽകപ്പെട്ടതുപോലെ അറയൊരുക്കുന്നു, അറയിൽ കയറി ചാടി തിമർക്കുന്നു, തോന്നിവാസം ചെയ്യുന്നു, ഡാൻസ് ആടുന്നു, പുതുപെണ്ണ് പോലും ഡാൻസ് ആടുന്നു, ഗാനമേളക്കാര് വരുന്നു, ഗാനമേള അവതരിപ്പിക്കുന്നു, സിനിമാ നടീനാടന്മാര് വരുന്നു, തലേന്നും പിറ്റേന്നുമൊക്കെ ആഘോഷത്തിമർപ്പിൽ അള്ളാഹു വിരോധിച്ചിട്ടുള്ള ഒട്ടേറെ സംഗതികളതാ കല്യാണത്തിന്റെ പേരിൽ. ഓ മുസ്ലിമേ,
മുസ്ലിം എന്ന് പറയുന്ന പേരുള്ള മനുഷ്യൻ പടച്ച റബ്ബ് നൽകിയിട്ടുള്ള ധനവും ഉപയോഗപ്പെടുത്തിയിട്ട് വിവാഹത്തോടനുബന്ധിച്ച് തോന്നിവാസങ്ങൾ ചെയ്യുന്നു, ആർഭാടങ്ങൾ ചെയ്യുന്നു, ഹറാമുകൾ ചെയ്യുന്നു, നൃത്യങ്ങൾ ആസ്വദിക്കുന്നു, ഗാനമേളക്കാരെ കൊണ്ടുവരുന്നു, ഡാൻസ് ആടുന്നു, ആടിത്തിമർക്കുന്നു, കുടിക്കുന്നു, കുടിപ്പിക്കുന്നു. ഉത്തരവാദപ്പെട്ടവരതിനെപ്പറ്റി മിണ്ടാതെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മാളത്തിലേക്ക് വലിയുന്നു. സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഇത് നാളെ മഹ്ശറിൽ കണക്ക് പറയണ്ടേ? ഇത് നമുക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ ഇതിനെപ്പറ്റി മറുപടി പറയണ്ടേ? ഏത് മാർഗത്തിലാണോ നിനക്ക് പണം കിട്ടിയത്? ഏത് മാർഗത്തിലേക്കാ നിന്റെ പണം നീ ചെലവഴിച്ചത്? അതേ പണം കൊടുത്ത് വാങ്ങിക്കൊടുക്കുന്നു കുട്ടികൾക്ക് മൊബൈല്, ധാരാളക്കണക്കിന് സംവിധാനങ്ങളുള്ള ആധുനിക മൊബൈലുകൾ നമ്മുടെ മക്കളതാ ഉപയോഗപ്പെടുത്തുന്നു. വഴിവിട്ട ബന്ധങ്ങളിലേക്ക് വഴുതി വീഴുന്നു. ഭാര്യാഭർത്താക്കൾ തമ്മിലടിക്കേണ്ടി വരുന്നു. ഉപ്പയും ഉമ്മയും തമ്മിൽ പിണങ്ങേണി കാണുന്നത് മക്കള് കാണേണ്ടി വരുന്നു. അയൽക്കാരന്റെ കൂടെ മകളതാ ഒളിച്ചോടി പോകുന്നു. അയൽവാസിയുടെ കൂടെ അതാ അന്യമതസ്ഥനാണോ അല്ലേ എന്നതൊന്നും പ്രശ്നമല്ല, ആരായാലും വിരോധമില്ല, എനിക്കയാള് മതി എന്ന നിലക്കതാ ഒളിച്ചോട്ടങ്ങൾ നടക്കുന്നു. ഇന്റർനെറ്റിലൂടെ മൊബൈലിലൂടെ പ്രണയങ്ങൾ കൊടുമ്പിരിക്കൊള്ളുന്നു. പ്രേമത്തിന്റെ കാവ്യങ്ങൾ ഇങ്ങനെ മെസ്സേജ് വരുന്നു. അശ്ലീല രംഗങ്ങൾ മെസ്സേജായി പെയ്തിറങ്ങുന്നു. പ്രിയമുള്ള സഹോദര, ആരാണ് ഉത്തരവാദി? മുഹമ്മദ് റസൂലുള്ളാഹിയോട് സ്നേഹമുണ്ടോ? അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ? മുസ്ലിമേ, മുസ്ലിം വീടുകൾ സിനിമാ ഹാളുകളായി മാറുന്നുവോ? മുസ്ലിം വീടുകളതാ മദ്യശാലകളായി മാറുന്നുവോ? മുസ്ലിം വീടുകളതാ പ്രണയത്തിന്റെ വാർഡുകളായി മാറുന്നുവോ? ഇത്രത്തോളം സൗകര്യമുള്ള ഒരു ലോകം, പാതിരാക്ക് വീടുമടച്ച് റൂമിലതാ തലയണക്കരികിൽ ഒരിപ്പിച്ചു വച്ച മൊബൈലിലൂടെ എത്ര മണിക്കൂറും കാമുകിയോട് കാമുകനുമായി കൊണ്ട് സംസാരിക്കുവാൻ വേണ്ടി ഫ്രീ കോളുകൾ അനുവദിച്ചുകൊണ്ട് മൊബൈൽ കമ്പനികൾ ഓഫറുകൾ പ്രഖ്യാപിക്കുന്ന പാതിര മുതൽ നേരം പുലരുവോളമുള്ള സമയം നമ്മുടെ ചെറുപ്പക്കാരിത് ഉപയോഗപ്പെടുത്തുമ്പോൾ എവിടെയാണ് പ്രിയപ്പെട്ട മുസ്ലിമേ സുരക്ഷിതത്വം? എവിടെയാണ് ഇന്ന് നമുക്കുള്ളത്? ഇത് പടർന്നു പിടിച്ചപ്പോഴല്ലേ സ്വന്തം മകൾക്ക് ഉപ്പയെ പോലും പേടിക്കേണ്ടി വരുന്നത്? കോടതിയിൽ വെച്ച് ഗർഭിണിയായ 8ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിക്ക് കോടതിയിൽ വെച്ച് ജഡ്ജിയോട് പറയേണ്ടി വന്നില്ലേ, എന്റെ വീർത്ത് വരുന്ന ഈ വയറിന്റെ ഗർഭത്തിന്റെ ഉത്തരവാദിത്തം അതെ ആ നിൽക്കുന്ന എന്റെ പിതാവെന്ന് പറയുന്ന ഈ മനുഷ്യനാണെന്ന് കോടതിയിൽ വെച്ച് പറയേണ്ടി വന്ന, കേൾക്കേണ്ടി വന്ന ഈ കേരളത്തിന്റെ അപമാനം എത്രയാണ്? പ്രേമിക്കുകയാണ്, സല്ലപിക്കുകയാണ് ഈ മൊബൈൽ ഫോണിലൂടെ. ആരും കേൾക്കാനില്ല, അറിയാനില്ല. ഞാനതുകൊണ്ടാ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, തൗഹീദ് അടിയുറച്ചോ മുസ്ലിമേ? അള്ളാഹുവിലുള്ള വിശ്വാസം അടിയുറച്ചിട്ടുണ്ടോ മുസ്ലിമേ? എങ്കിൽ പിന്നെ ബാപ്പ കാണുന്നില്ലെങ്കിലും ഉമ്മ കാണുന്നില്ലെങ്കിലും എല്ലാ കണ്ണുകളും ഉറങ്ങിയാലും ഉറങ്ങാത്ത കണ്ണുകളാണ് എൻ്റെ റബ്ബിനുള്ളത്. അവൻ എന്നെ കാണുന്നു, നോക്കുന്നു, അറിയുന്നു എന്ന് വന്നാൽ, ഓ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ, ഏത് മക്കൾക്കാണ് നിങ്ങൾ നോക്കുന്നില്ലെങ്കിലും തെറ്റ് ചെയ്യാനാവുക? സാധ്യമല്ലല്ലോ. അതുകൊണ്ടാ പറയുന്നത്, ഈമാൻ ശരിപ്പെടുത്തിക്കോ. ഈ മൊബൈലിലൂടെ പ്രണയം നടത്തിയിട്ട് അടുത്ത ദിവസമല്ലേ ഈ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലുള്ള ഒരു റിപ്പോർട്ട്, അതേ എൻ്റെ കയ്യിലുള്ള പത്രത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി. മൊബൈൽ പ്രണയം, കാമുകനെ കണ്ട യുവതി ബോധം കെട്ടു. മനസ്സിലാക്കണം, പത്രത്തിൽ വന്ന റിപ്പോർട്ട് എന്താ? കൂത്തുപറമ്പില. ഈ ജില്ലയിലായതുകൊണ്ട് പ്രത്യേകങ്ങൾ ഓർമ്മപ്പെടുത്തുക. ഒരുപാട് പറയാനുണ്ട്, പക്ഷെ ഈ ജില്ലയിൽ കേട്ട എന്താ? മൊബൈൽ ഫോണിലൂടെ പ്രണയത്തിലേർപ്പെട്ട് നാടുവിട്ട യുവതി 67 വയസ്സുകാരനായ കാമുകനെ കണ്ടപ്പോൾ ബോധം കെട്ടു വീണു. ഒരു കൊല്ലായി പെണ്ണ് ഇയാളേറ്റ് സല്ലപിക്കണ്. ഒരു കൊല്ലമായി മോള് ഇയാളുമായിട്ട് സല്ലപിക്കണ്. ഏതോ ഒരു മുസ്ലിം പേരുള്ള അംസാക്കയാണ് പോലും. നല്ല ചെറുപ്പക്കാരന്റെ സംസാരം, നല്ല യുവാവാണെന്നാണ് പെണ്ണ് വിചാരിച്ചത്. അങ്ങനെ കൊല്ലമായി സംസാരിക്കുന്നു. അവസാനം ഇവർക്കൊന്ന് സംഗമിക്കാൻ മോഹം. അങ്ങനെ സംഗമിക്കാൻ വേണ്ടി പറഞ്ഞുറച്ച സ്ഥലത്ത് പെണ്ണ് ബസ് സ്റ്റാൻഡിൽ വരികയാണ്. അതെ, വീട് വിട്ടിറങ്ങിയ യുവതി കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിലെത്തുന്നു. കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് ചെക്കനെ കാണാനില്ല. എന്റെ പ്രിയപ്പെട്ട തേനേ, പാലേ, കണ്ണേ, നീയില്ലാതെ ഞാനില്ല, ഞാനില്ലാതെ നീയില്ല എന്നൊക്കെ പറഞ്ഞ് നാവുകൊണ്ട് വ്യഭിചരിച്ച, കാതുകൾ കൊണ്ട് വ്യഭിചരിച്ച അതേ ഹബീബ് അങ്ങനെയാ പറഞ്ഞത്. അശ്ലീലം പറയുന്ന നാവ് കൊണ്ടുള്ള വ്യഭിചാരമാണ്.
അശ്ലീലം കേൾക്കുന്നത് കാതിൽ കൊണ്ടുള്ള വ്യഭിചാരമാണ്. ആ വ്യഭിചാരം ഒരു കൊല്ലം നടത്തിയ പെണ്ണ് നേർക്ക് നേരെ ഈ ആളെ ഒന്ന് കാണണമല്ലോ, പറഞ്ഞുറപ്പിച്ച് വന്നു നോക്കുമ്പോൾ ഫോണടിച്ചിട്ട് എടുക്കുന്നത് ആരാണെന്നോ 67 വയസ്സുള്ള കിളവൻ ഹംസാക്കയാണ്. പെണ്ണ് അപ്പടും ബോധം കെട്ട് വീണു. ആലോചിച്ചു നോക്കണം, എന്ത് ചതിക്കുഴിയിലാണ് ഈ വീഴുന്നത്. എവിടെയാണ് പ്രിയമുള്ളവരെ? ഇനി ചെറുപ്പക്കാരനാണെങ്കിൽ പറ്റുമെന്നാണോ ഇതിന്റെ മറുവശം? അല്ല. ഓ സഹോദരാ, നിനക്കവരുമായി സംസാരിക്കാൻ സഹോദരി നിന്റെ ആങ്ങളെയാണോ, നിന്റെ ഭർത്താവാണോ, ആരാണ്, നിന്റെ ഉപ്പയാണോ? അതെ, കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സമ്മാനം കൊടുക്കുന്നത് മൊബൈലാണ്. അതെ, കാർഡ് വാങ്ങി കൊടുക്കുകയാണ്. നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, ഉറപ്പിക്ക് തീരുമാനമാകുമ്പോഴേക്ക് ആ നിലക്കഥ അശ്ലീല ഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ സഹോദരന്മാർ ആലോചിക്കൂ നിങ്ങൾ, എത്രമാത്രം അപകടങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരവസ്ഥ സമൂഹത്തിലേക്ക് വന്നു. സിനിമകൾ ഉണ്ടാക്കിയ, സീരിയലുകൾ ഈ സമൂഹത്തിലേക്ക് ഉണ്ടാക്കിയ, ഒളിച്ചോട്ടത്തിന് പ്രേരിപ്പിക്കുന്ന കഥകളല്ലാതെ സീരിയലുകാർക്ക് എന്താ പറയാനുള്ളത്? എല്ലാ സീരിയലും എല്ലാ സിനിമയിലും തത്വം ഒന്ന് തന്നെ. അവസാനം ഒരാണ് ഒരു പെണ്ണ് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, കിട്ടി അല്ലെങ്കിൽ കിട്ടിയില്ല, ഒന്നുകിൽ ചത്തു അല്ലെങ്കിൽ ചത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ആയി അല്ലെങ്കിൽ ആയില്ല, തന്നെ എല്ലാത്തിലും കഥ. ഇതാണ് സമൂഹത്തിൽ പൊടിപ്പും തൊങ്കലും വെച്ചിട്ട് പ്രചരിപ്പിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട ചങ്ങലകൾക്കും ഭ്രാന്ത് പിടിച്ചാലോ? ഈ നിലക്കുള്ള സിനിമകളോട് വിട പറയൂ പ്രിയമുള്ളവരെ, സീരിയലുകളോട് വിട പറയൂ. കാണാവുന്നതേ കാണാവൂ, കേൾക്കാവുന്നതേ കേൾക്കാവൂ, പറയാവുന്നതേ പറയാവൂ എന്ന ഇസ്ലാമികമായ നിയമങ്ങളെ സംബന്ധിച്ച് സമൂഹത്തോട് ബോധവൽക്കരണം നടത്താൻ മുജാഹിദ് പ്രസ്ഥാനത്തിനല്ലാതെ ആർക്കാണ് ഇന്ന് നട്ടെല്ലുള്ളത്? ഖുറാഫി മൗലവിമാര് വരെ ചാനൽ ഉണ്ടാക്കി പോയി. മൗലവിമാരിപ്പോ കുപ്പിവളയും തട്ടുവളയും കുപ്പിവളയൊക്കെ ആയിട്ട് ഒരു പോയി. അവിടെ ഡാൻസും മാട്ടവും പാട്ടും കൂത്തും സിനിമയും സീരിയലും എല്ലാ പരിപാടിയും ഉണ്ട്. അവർക്കൊരു ചാനലും കൊണ്ട് മുസ്ലിയാക്കന്മാർ പോയി. പല രൂപത്തിലുള്ള ആളുകളുടെ കാർമ്മികത്വത്തിൽ അവരുടേതായ ചാനൽ ദർശന എന്ന പേരിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കുറെ കഴിഞ്ഞപ്പോഴതാ 2013 ഫെബ്രുവരി 10 മുതൽ മലയാള ചാനലുകൾ മുമ്പത്തെ പോലെയാകൂല എന്നും പറഞ്ഞിട്ടതാ ഒരുപാട് സുന്ദരിമാരുടെ പരസ്യങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഫ്ലക്സ് ബോർഡുകളായി കാണുന്നു. അങ്ങനെ ഏതോ ഒരു വണ്ണ് എന്ന് പറഞ്ഞിട്ടൊരു മാധ്യമവും അത് ഇറങ്ങി. അവർക്കും ഇത് പറയാൻ യോഗ്യതല്ല. അപ്പോഴൊക്കെ നമ്മൾ കണക്ക് കൂട്ടി. എന്താ? നമ്മളപ്പോഴും കണക്ക് കൂട്ടി, മുജാഹിദ് കേരളത്തിന് ഇതിനെയൊക്കെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നേരിടാനുള്ള ചങ്കൂറ്റമുണ്ട്, ത്രാണിയുണ്ട്. പക്ഷേ സർവ്വ മുജാഹിദുകളുടെയും മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് കേരള നേതൃത്വത്തിൽ മുജാഹിദീനിന്റെ മൊത്തം പിന്തുണ ഈ ചാനലുകാർക്ക് കൊണ്ടുപോയിട്ട് അവരുടെ കാൽ കീഴിൽ വെച്ചു കൊടുക്കുന്നു. നമ്മുടെ വൈസ് പ്രസിഡന്റ് പോയിട്ട് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അങ്ങനെ തുടങ്ങി നന്നായി പറഞ്ഞ്, ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു കുടുംബാണിത്. നേതാക്കന്മാരൊക്കെ കുലുങ്ങി ചിരിച്ചു. വോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ മുശ്രിക്കുകളായി പോയിരിക്കുന്നു എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ കുലുങ്ങിച്ചിരിച്ചു. മാത്രമല്ല, സിനിമക്കെതിരെ, സീരിയലുകൾക്കെതിരെ, മ്യൂസിക്കുകൾക്കെതിരെ ഘോരഘോരം പ്രസംഗിച്ച നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ പത്രത്താളുകൾ, നമ്മുടെ ലേഖനങ്ങൾ, നമ്മുടെ ഉത്ബോധന ഖുതുബകൾ അതൊക്കെ കേട്ട് സമൂഹത്തിൽ എന്നതാ ഇത്തരത്തിലുള്ള അശ്ലീലതകളോട്, ജീർണതകളോട് വിട പറഞ്ഞു പോയിട്ടുള്ള മുജാഹിദുകൾ അവരുടെ മനസ്സിന് വല്ലാത്ത നൊമ്പരം. അതേ, നേതാവതാ ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നുവത്രേ, വസിയത്തായി പറഞ്ഞിരിക്കുന്നുവത്രേ, നിർബന്ധമായും നിങ്ങൾ പോയിട്ട് വ്യക്തിപരമായിട്ടല്ല, കേരള നേതൃത്വത്തിൽ മുജാഹിദീനിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾ അറിയിക്കണം. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം വിഷമമുണ്ട്. ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയാണ്, നിങ്ങൾ നേതാക്കന്മാരെ വ്യക്തിപരമായി തേജോവധം ചെയ്യാണ്. അത് നമുക്കൊരിക്കലും ഇല്ല സുഹൃത്തുക്കളെ. ഒരു നേതാവിൻ്റെയും വ്യക്തിപരമായ ദൂഷ്യങ്ങൾ നമ്മൾ പറയുന്നില്ല. ആരാണ് സഹോദരങ്ങളെ ഈ ലോകത്ത് എല്ലാം തികഞ്ഞവനായിട്ടുള്ളത്? മനുഷ്യരിലെല്ലാം അബദ്ധങ്ങൾ സംഭവിക്കില്ലേ? ആരാണ് മഅസൂമുകളായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ളത്? എല്ലാവരും പാപം
അതുകൊണ്ട് ഇവിടെ വ്യക്തിപരമായിട്ട് ആരുടെയെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അത് കടന്നെടുത്തുകൊണ്ടല്ലോ നമ്മൾ സമൂഹത്തോട് പറയുന്നത്. കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന പരിപാവനമായ ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ മൊത്തം പിന്തുണ ഒരു രൂപത്തിലുള്ള ജീർണതകൾ ഈ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്ന ഒരു ചാനലിന്റെ കീഴിൽ കൊണ്ടുപോയി സമർപ്പിക്കുമ്പോൾ പ്രശ്നം വൈയക്തികമാണോ, പ്രശ്നം വ്യക്തിപരമാണോ പ്രിയപ്പെട്ട സഹോദര സഹോദരി, അതോ ഒരു പൊതുവായ ഇസ്ലാമികമായ പ്രശ്നമാണോ? നിങ്ങൾ ആലോചിക്കണം. പലരും ഇപ്പൊ പറയുന്നു നിങ്ങളെല്ലാം തികഞ്ഞവനാണോ, സലാഹി തികഞ്ഞവനാണോ, മറ്റേയാള് തികഞ്ഞവനാണോ, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ എല്ലാം തികഞ്ഞവരാണോ? ആരും തികഞ്ഞവരല്ലല്ലോ. അള്ളാഹു നമ്മയെല്ലാം അവന്റെ പ്രത്യേകമായ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആരാ തെറ്റുകൾ ചെയ്യാത്തവർ, ആരാ അബദ്ധം വരാത്തവർ? പക്ഷെ ഇവിടെ അതാണോ പ്രശ്നം? ഇവിടെ അതാണോ വിഷയം? കേരള നദ്വത്തുൽ മുജാഹിദീൻ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അത് പ്രമാണമായി കൊണ്ട് അംഗീകരിക്കുന്ന, മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ പ്രമാണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സലഫുകളുടെ മൻഹജിലൂടെ മുന്നോട്ട് നീങ്ങുന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ മൊത്തം പിന്തുണ ഇവർക്ക് കൊണ്ടുപോയി പതിച്ചു കൊടുത്തില്ലേ? ഇനി എന്താ വരാൻ പോകുന്നത്? ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? അതിൽ വരുന്ന ഓരോ കാര്യങ്ങളെയും നിങ്ങൾ എതിർത്താൽ നേതാക്കന്മാര് പറയും, അതെ, അതിന്റെ സംഘാടകര് പറയും, ഇതിന്റെ അടിയിൽ നിങ്ങളുടെ പ്രസിഡന്റിന്റെ പ്രാർത്ഥനയുണ്ട്, ഇതിനടിയിൽ നിങ്ങളുടെ വൈസ് പ്രസിഡന്റിന്റെ പ്രാർത്ഥനയുണ്ട്, നിങ്ങളുടെ പിന്തുണയുണ്ട്. ഇത് സഹിക്കാനാകുമോ മുജാഹിദേ? എന്താ കാരണം? നമുക്കൊരു മഹാനായ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ബഹുമാന്യനായ KM മൗലവി റഹിമഹുല്ലാഹ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടനക്ക് തുടക്കം കുറിച്ച ഇതിന്റെ ആദ്യകാല പ്രസിഡന്റ് KM മൗലവി റഹിമഹുല്ലാഹ് മഹാനവറുകളതാ സൗദി അറേബ്യയിലേക്ക് ഹജ്ജിന് പലതവണ മഹാനവറുകൾ പോയി വന്നിട്ടുണ്ട്. അന്ന് KNM-ന്റെ ആദ്യകാല പ്രസിഡന്റായിരുന്ന നമ്മുടെ KM മൗലവി, ആ KM മൗലവി പലതവണ ഹജ്ജിന് പോയപ്പോ ഒരു തവണ ഹജ്ജിന് പോയി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു വല്ലാത്ത വേദന. എന്താ കാരണം? 100% ഖുർആനും ഹദീസും അനുസരിച്ചുകൊണ്ട് നടത്തുന്നു എന്ന് പറയുന്നവർ രാജ്യത്ത്, അവിടെയുള്ള ടിവിയിലൂടെ, അവിടെയുള്ള റേഡിയോകളിലൂടെ അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചിട്ടുള്ള മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടി ചില വാർത്തകൾ കേൾക്കുന്നു. അതേ, ആ രൂപത്തിലുള്ള ചില പരിപാടികൾ, സംഗീതങ്ങളുമൊക്കെ സൗദി അറേബ്യയിൽ അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നു. അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ മഹാനവറുകളതാ സൗദി അറേബ്യയിലേക്ക് കത്തയക്കുന്നു. എന്താ സൗദി അറേബ്യയിലേക്ക് അദ്ദേഹം കത്തയച്ചത്? സൗദി അറേബ്യയിലേക്ക് KM മൗലവി എഴുതിയ കത്ത് കേട്ടോളി. ശരിക്കും ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. നമ്മുടെ അന്നത്തെ നിലപാടും ഇന്നത്തെ നിലപാടും എവിടെ എത്തിയെന്ന് ചിന്തിക്കാനാണ്. നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർക്കൊരു വീണ്ടും വിചാരം വരാനാണ്, അവരെ ആക്ഷേപിക്കാനല്ല. ആരുടെ അടുക്കലെങ്കിലും അബദ്ധം സംഭവിച്ചു പോയെങ്കിൽ അത് അദ്ദേഹം വ്യക്തിപരമായി പോയി പറഞ്ഞതാണ്, ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ ഉംറക്ക് പോയപ്പോൾ ആരോടും ഇതിന് പോയി പിന്തുണ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന പരിപാവനമായ പ്രസ്ഥാനത്തിന് ഇതിൽ ഒരു നിലക്കുള്ള പങ്കുമില്ല എന്ന് ഈ സമൂഹത്തോടൊന്ന് തുറന്നു പറഞ്ഞാൽ ഖുർആനിനോടും ഹദീസിനോടും സ്നേഹമുള്ള മുജാഹിദിന്റെ മനസ്സിൽ അതെത്ര കുളിരുമഴയായിരിക്കും, അതെത്ര വലിയ ആശ്വാസമായിരിക്കും. നേതാക്കളിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നു. കാരണം അവർക്ക് അങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവർ തിരുത്തട്ടെ. KM മൗലവി അതാ ആദ്യമായി പ്രസിഡന്റായി ചുമതലയെടുത്ത KM മൗലവി പോയ പാത, നമ്മുടെ മുൻഗാമികൾ പോയ പാത, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന പാത, അത് പിൻപറ്റിക്കൊണ്ട് ജീവിച്ച KM മൗലവി അതാ സൗദി അറേബ്യയിലെ രാജാവിന് കത്തയക്കുന്നു. എന്താണ് പ്രഥമ പ്രസിഡന്റ് KM മൗലവി കത്തയക്കുന്നത് കേട്ടോ? വാദ്യമേളങ്ങളോട് കൂടിയ സംഗീത ഗാനാദികൾ ഇവിടത്തെ പ്രക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ആരായി? ഞങ്ങൾ, കേരളത്തിലെ സലഫികൾ. കേരളത്തിലെ സലഫികളാണ് ഞങ്ങൾ. ആ കേരളത്തിലെ സലഫികളായ ഞങ്ങൾ അറിയുന്നു, നിങ്ങളുടെ രാജ്യത്ത് ചില പ്രക്ഷേപണ കേന്ദ്രങ്ങളിൽ നിന്ന് സംഗീതവും മ്യൂസിക്കുമൊക്കെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ഇനി കേട്ടോ, എന്താ ഇതിന്റെ വിധി? ശരിയാണോ, ഹറാമാണോ, ഹലാലാണോ? നിഷിദ്ധങ്ങളായ ഇത്തരം പരിപാടികൾ കണ്ടോ വളരെ ചങ്കൂറ്റത്തോടെ
വളരെ ധൈര്യത്തോടെ നമ്മുടെ പ്രസിഡന്റ് സൗദി രാജാവിനോട് കത്തയക്കുന്നു. നിഷിദ്ധങ്ങളായ ഇത്തരം പരിപാടികൾ വഴി വളരുന്ന തലമുറയെ മാനസികമായി ദുഷിപ്പിക്കാനേ ഉപകരിക്കുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട രാജാവിനെ ഉണർത്തുവാൻ ഞാൻ മുതിരുകയാണ്. ബഹുമാനപ്പെട്ട രാജാവേ, നിങ്ങളോട് ഞാൻ വിനയത്തോടെ ഉണർത്തട്ടെ. ഇത് കേൾക്കുന്ന ആളുകളുടെ മനസ്സ് ദുഷിച്ചു പോകും. അതുകൊണ്ട് ഇത്തരം പ്രക്ഷേപണങ്ങളുടെ പരിണിത ഫലമായി തുറക്കപ്പെടാവുന്ന നാശങ്ങളുടെ കവാടങ്ങൾ പിന്നീട് ഭരണകൂലം ഉദ്ദേശിച്ചാലും കൊട്ടിയടക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ടത് നിർത്തലാക്കണേ. സൗദി രാജാവിന് കേരളക്കരയിലെ സലഫികളുടെ പ്രതിനിധിയായിക്കൊണ്ട് KM മൗലവി റഹിമഹുല്ലാഹ് 50കളിൽ കത്തെഴുതുന്നു. മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, 50കളിൽ കത്തെഴുതുകയാണ്. അതേ, സൗദി അറേബ്യയിൽ കണ്ട ഈ രൂപത്തിലുള്ള ചാനലുകളൊന്നും അന്നവിടെയില്ല. മ്യൂസിക്കിന്റെ അകമ്പടിയോടെ എന്തോ ചിലത് കണ്ടപ്പോഴേക്ക് ബഹുമാന്യനായ KM മൗലവിയുടെ മനസ്സ് വേദനിക്കുന്നു. ഈ രാജ്യത്തെത്തിയപ്പോൾ മനസ്സിൽ അതിങ്ങനെ നീറിപ്പുകയാണ്. കത്തെഴുതുന്നു രാജാവിനോട്, അത് നിർത്തണേ രാജാവേ, നിങ്ങളെ സ്നേഹിക്കുന്ന സലഫികളാണ് ഞങ്ങൾ, നിങ്ങളിൽ നിന്ന് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നേതാവ് കത്തയക്കുന്നു. 50കൾ കഴിഞ്ഞ് 2010കളായപ്പോ 13-ലെത്തിയപ്പോൾ നമ്മുടെ നേതാവ് അതേ വസിയത്തും കൊടുത്തുകൊണ്ട് ഉപാധ്യക്ഷനെ പറഞ്ഞേച്ചുകൊണ്ട് എല്ലാ പിന്തുണയും ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചാനലിന് പതിച്ചു കൊടുക്കുമ്പോൾ, സിനിമകൾ നടത്തുന്ന ചാനലിന്, സീരിയലുകൾ നടത്തുന്ന ചാനലിന്, പെണ്ണിന്റെ ശരീരം കാണിക്കുന്ന ചാനലിന്, അതേ കുപ്പിവളയും പൊട്ടുവളയും പല പേരില്ലതാ, അതേ പല രൂപത്തിലുള്ള പല പരിപാടികളും സംഘടിപ്പിക്കുന്ന പേരിൽ മാത്രമാണ് വ്യത്യാസം. നടക്കുന്നതെല്ലാം എല്ലാവരും നടത്തുന്നത് ഒന്ന് തന്നെ. അതിൻ്റെ അടിയിൽ ഈ മഹത്തായ സംഘടനയെ കൊണ്ടുപോയി കെട്ടുമ്പോ അത് ശരിയായോ പ്രിയപ്പെട്ട നേതാക്കളെ? അതല്ലാതെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കല്ലല്ലോ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ തിരുത്തണം. അതേ ആദർശ സ്നേഹികളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ആ ശരിയായ ആ തിരുത്തൽ ഞങ്ങളറിയില്ല. വ്യക്തിപരമായി അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ ഏൽപ്പിച്ചിട്ടില്ല എന്നൊന്ന് പറഞ്ഞു കിട്ടിയാൽ പിന്നെ നമുക്കിത് സമൂഹത്തിന്റെ മുമ്പിൽ എത്രമാത്രം മാന്യതയുണ്ട്. അല്ലാഹു വലിയ പ്രതിഫലം തരൂലേ? അല്ല വലിയ പ്രതിഫലം തരൂലേ? അല്ല നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരൂലേ? ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുകയില്ലേ പ്രിയമുള്ളവരെ? അതുകൊണ്ട് ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കെന്ന് സമൂഹം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചങ്ങലക്കിടേണ്ട ചങ്ങലുകൾക്ക് അരുത് എന്ന് പറയേണ്ടുന്ന കൈകൾ തന്നെയും അത്തരത്തിലുള്ള ആളുകൾക്ക് പോയി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് അവരുമായി കൂടിച്ചേരുന്ന ഒരവസ്ഥ വരുമ്പോൾ പ്രിയപ്പെട്ട മുസ്ലിമേ, നമുക്കത് സഹിക്കാനാകുമോ? ഒരിക്കലും സഹിക്കാനാവില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള നമ്മുടെ സ്നേഹം എവിടെ പോയി? അവിടുത്തോടുള്ള സ്നേഹം എവിടെ പോയി? അതേ മുടിയുമായിട്ടൊരു കൂട്ടർ വന്ന് സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ നമ്മൾ എന്തിനാ എതിർത്തത്? അത് ഞങ്ങളുടെ നേതാവിന്റെ മുടിയല്ല, അത് ഞങ്ങളുടെ നേതാവിന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ മുടിയല്ല. ബോംബെയിലെ തെരുവീതികളിൽ നിന്ന് ഏതോ ജാലിയവാലയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കാശും കൊടുത്ത് മേടിച്ചു വന്ന ഏതോ പെമ്പറന്നോളുടെ മുടിയാണ്, ഹബീബിന്റെ മുടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മുടി വ്യവസായത്തെ പ്രതിരോധിക്കാൻ മുസ്ലിമേ നമുക്ക് സാധിച്ചത് നമ്മുടെ മുത്തു മുസ്തഫയോടുള്ള സ്നേഹമൊന്നുകൊണ്ടല്ലേ? മുടിയെ എതിർക്കുന്ന കാര്യത്തിൽ മാത്രം മതിയോ സ്നേഹം? ഹബീബ് അരുതെന്ന് പറഞ്ഞ മ്യൂസിക് ചെയ്യുന്ന കാര്യങ്ങളെ എതിർക്കാനും വേണ്ടേ സ്നേഹം? അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദിൻ. വേദഗ്രന്ഥത്തിൽ പറഞ്ഞ നിയമങ്ങളിൽ ചിലത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ, ചിലത് നിങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്നുവോ? ജൂതന്മാരുടെ സമ്പ്രദായത്തെ അല്ലാഹ് എതിർത്ത് തോൽപ്പിച്ചതല്ലേ? ആ മാർഗത്തിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് നിസ്കാരത്തിലും അല്ലാതെയുമൊക്കെ നാം അല്ലാഹുവിനോട് എത്രയാണ് അഭയം ചോദിക്കുന്നത്? ജൂതന്റെ തലയിൽ നിന്നാണ് ഈ ചലച്ചിത്രം വന്നത്, ജൂതന്റെ തലയിൽ നിന്നാണ് ഈ മ്യൂസിക്കുകൾ വന്നത്, അവന്റെ തലയിൽ നിന്നാണ് ഈ എല്ലാ രൂപത്തിലുള്ള വൃത്തികേടുകളും വന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ആ രൂപത്തിലതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം നമ്മൾ
എല്ലാ അർത്ഥത്തിലും പ്രകടിപ്പിക്കുന്നു. മുടി കൊണ്ടുവന്നയാളോട് വ്യക്തിപരമായി എതിർത്തതല്ല നമ്മൾ, അയാളോട് വ്യക്തിപരമായി വിദ്വേഷം കൊണ്ടല്ല, ഹബീബിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എതിർത്തത്. അയാൾ ഇപ്പോൾ അത് ചെലവാകാതെ വന്നപ്പോ ഇപ്രാവശ്യം അയാൾ മുടി ജ്യൂസിൽ പ്രത്യേകമായി മണ്ണും കലക്കി. ഇപ്പൊ മുടി മണ്ണ് വെള്ളമാ കൊടുക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ പുറത്ത് വിതറിയിട്ടുള്ള ചന്ദനപ്പൊടിയും മണ്ണുമൊക്കെ വടിച്ചെടുത്തിട്ട് അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ മുടിവെള്ളത്തിൽ ഞാൻ ആ മദീനയിലെ റസൂലുള്ളാഹിന്റെ റൗളയിലുള്ള ഖബറിന്റെ മുകളിലുള്ള ആ ചന്ദനപ്പൊടിയും മണ്ണും കൂടി സംസം വെള്ളവും കൂടി ചേർത്തിട്ട് മുടി സംസം ജ്യൂസാണ്, മണ്ണ് വെള്ളമാണ് ഇക്കുറി കൊടുക്കുന്നത് എന്ന് കാന്തപുരം മുസ്ലിയാർ പറഞ്ഞപ്പോൾ നമ്മൾ അതിനെ എതിർത്തു. എന്തുകൊണ്ട്? ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട്. സമ്മതിക്കില്ല ഞങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അപരാധം പറയാൻ സമ്മതിക്കില്ല. അവിടുന്ന് പറയാത്തത് പറയാൻ സമ്മതിക്കില്ല, അംഗീകരിച്ചിട്ടില്ലാത്തത് അംഗീകരിച്ചു എന്ന് പറയാൻ സമ്മതിക്കില്ല. കാരണം എന്തെന്നല്ലേ, ഞങ്ങൾക്കതാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാൻ അതാണ് ഞങ്ങൾക്ക് മാർഗം. ഈ രൂപത്തിൽ പ്രിയമുള്ളവരെ, ഇസ്ലാമികമായി നമ്മുടെ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കുന്നു. ഇങ്ങനെ കാര്യങ്ങളേത് ചിന്തിച്ചു നോക്കിയാലും നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള നമ്മുടെ ബാധ്യത ഇസ്ലാമികമായി എത്രത്തോളം ഗൗരവതരമാണ്. ആ രൂപത്തിലുള്ള കാര്യങ്ങളിലൂടെയെല്ലാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ ദൃശ്യമാണ്. പലിശയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുവോ? പലിശക്കാരനാവോ? ഈ രൂപത്തിലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മാറി നിൽക്കാൻ കഴിയും പ്രിയമുള്ളവരെ. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ആ ഇസ്ലാമികമായ മാർഗത്തിലൂടെ, രൂപത്തിലൂടെ അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനും സത്യമാണ്. ഒന്നിനെയും ഞങ്ങൾ എതിർക്കുകയില്ല. എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചാലോ അല്ലാഹുവിനോട് പറയാ, അല്ലാഹുവിനോട് മാത്രം, റബ്ബിനോടല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാനും തേടാനുമില്ല. ആ കൃത്യമായ ഒരു അജണ്ടയും കൃത്യമായ ഒരു തത്വമായിട്ടാണ് മുജാഹിദുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തിരിച്ചറിയണം. എന്തിനു വേണ്ടി? നമുക്ക് നമ്മുടെ ഖബറിൽ സ്വസ്ഥത കിട്ടണം. ഖബറിൽ വിചാരണ നടക്കുമ്പോൾ മലക്കുകളുടെ ചോദ്യത്തിന്റെ മുമ്പിൽ പതറാതെ ഉത്തരം പറയാൻ സാധിക്കണം. മഹ്ശറ കോടതിയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യങ്ങൾക്കതാ ഉത്തരം പറയാൻ സാധിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശുപാർശക്ക് നമ്മൾ യോഗ്യരായിരിക്കണം, അർഹരായിരിക്കണം. ആ അർത്ഥത്തിലെല്ലാം ഇസ്ലാമികമായ രൂപത്തിലുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ ഒരാൾക്കും നമ്മെ തകർക്കാനാവില്ല. എല്ലാ അധികാരികളുടെയും മീതെ അധികാരിയായിക്കൊണ്ട് അള്ളയാണുള്ളത്. ആരെ ഉയർത്തണം, ആരെ താഴ്ത്തണം എന്ന് അള്ളയാണ് തീരുമാനിക്കേണ്ടത്. ആര് പിരിച്ചുവിട്ടാലും, ആര് വിളിക്കരുതെന്ന് പറഞ്ഞാലും, ആര് തകർക്കണം എന്ന് പറഞ്ഞാലും, അതേ സ്ഥാനം കൊടുക്കേണ്ടതും പദവി കൊടുക്കേണ്ടതും എല്ലാ രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ ചൊരിയേണ്ടതും അല്ലാഹ് മാത്രമാണ്. പടച്ച റബ്ബിന്റെ മീതെ അധികാരമുള്ള ഒരു അധികാരിയും ഇല്ല. അതുകൊണ്ട് കൃത്യമായി ഇസ്ലാമികമായി നമ്മുടെ ബാധ്യത നാം നിർവഹിക്കുക. ഇസ്ലാമികമായി നമ്മുടെ പ്രത്യേകമായിട്ട് നമ്മുടെ ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മുടെ പഠനങ്ങൾ ചെല്ലേണ്ടതുണ്ടോ എല്ലാ വിഷയവും പഠിക്കണം. അതിന് നമ്മുടെ ഖുർആൻ ഹദീസ് ലേണിംഗ് കോഴ്സുകൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തണം. പഠനം നന്നായി നടക്കണം. ഒരു സ്ഥലത്തല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത്, ഒരു പള്ളിയിൽ സൗകര്യമില്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ, ഒരു സ്ഥലത്ത് സൗകര്യമില്ലെങ്കിൽ വേറൊരു സ്ഥലത്ത്, എവിടെയായിരുന്നാലും ഈ ദഅവത്തിൻ്റെതായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. പടച്ചവന്റെ സഹായമുണ്ടാകും, അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും, അനുഗ്രഹമുണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ ബാധ്യത അള്ളാഹുവിൻ്റെ ദീൻ ശരിക്കും അറിയലാണ്, അതനുസരിച്ച് ജീവിക്കലാണ്, അത് ദഅവത്ത് നടത്തലാണ്. അതേ രീതിയിൽ ഈ ലോകത്തോട് വിട പറയാൻ തൗഫീഖ് ഉണ്ടാകണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ്. സർവശക്തൻ നമുക്ക് കരുത്തു പകരുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ തുണ നമ്മിൽ ഉണ്ടായി തീരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.